അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിതം നയിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളും അള്ളാഹുവിന്റെ സ്മരണയിലായിരിക്കുക എന്നത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ഒരു ദിവസത്തിൽ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള മുഴുവൻ സമയങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ടായിരിക്കണം, അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം നാം ജീവിക്കേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട സമയമാണ്, സന്ദർഭമാണ് രാവിലെ ഉറക്കിൽ നിന്ന് ഉണരുന്ന വേള എന്നുള്ളത്. ഒരു ദിവസത്തിലെ മുഴുവൻ കാര്യങ്ങളും അതിൽ രാവിലെ ചെയ്യുന്ന കാര്യങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതിനാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ദീനിയായ ചുറ്റുപാടുകളിലേക്ക് ജീവിതത്തെ തിരിച്ചുവിടുക എന്നത് നാം ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമാണ്. ദിവസത്തിന്റെ തുടക്കം എന്ന നിലക്ക് രാവിലെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഏറെ പ്രാധാന്യവും നാം കൽപ്പിക്കേണ്ടതുണ്ട്. ഉറക്കിൽ നിന്നുണരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നതായ കാര്യങ്ങളെ കുറിച്ചാണ്, ആ അധ്യാപനങ്ങളെ കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത്. 4 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. നോക്കാം. ഒന്നാമതായി കൊണ്ട് സിക്റുല്ലാഹി ഇൻദൽ ഇസ്തിഖാദ്, ഉണരുന്ന വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുക, അവനെ സ്മരിക്കുക എന്നതാണ്. അഥവാ ഉണരുമ്പോൾ നാം ചൊല്ലേണ്ടതായ ദിക്ർ കൃത്യമായ അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ട് ഉരുവിടുക, അത് പ്രാർത്ഥിക്കുക എന്നതാണ്. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അഖദ മൽജഅഹു മിനൽ ലൈൽ, രാത്രിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ വദഅ യദഹു തഹ്ത ഖദ്ദിഹി, കൈ വലത് കവിളിന്റെ ചുവട്ടിലാക്കിക്കൊണ്ടാണ് റസൂലുള്ളാഹി കിടക്കാറുണ്ടായിരുന്നത്. അങ്ങനെ കിടന്ന ശേഷം സുമ്മ യഖൂലു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യ, അല്ലാഹുവേ നിന്റെ നാമത്തിൽ ഞാൻ മരണപ്പെടുന്നു, ഞാൻ ജീവിക്കുകയും ചെയ്യുന്നു എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. വഇദസ്തൈഖദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുന്ന വേളയിൽ ഇങ്ങനെയും പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് ശേഷം പറയാണ്, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. എങ്ങനെയുള്ള അല്ലാഹുവാണ്? അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ, നമ്മുടെ മരണശേഷം നമ്മെ പുനർജീവിപ്പിച്ചവനായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അഥവാ ഉറക്കിനെ ഒരു ചെറിയ മരണമായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ചിത്രീകരിക്കുന്നത്. ആ ഉറക്കിന് ശേഷം വീണ്ടും പുനർജീവിപ്പിച്ചവനായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും, വഇലൈഹിൻ നുശൂർ, അവങ്കലേക്കാകുന്നു മടക്കമുള്ളത്. ഈ ഒരു പ്രാർത്ഥന രാവിലെ ഉണരുന്ന വേളയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്, അത് ഉരുവിടേണ്ടതുണ്ട്, അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ട് നാം അത് ചെയ്യേണ്ടതുണ്ട് എന്നാണ്. അതാണ് ഏറ്റവും പ്രധാനമായി നാം ഉൾക്കൊള്ളേണ്ട വിഷയം. രണ്ടാമതായിക്കൊണ്ട് ഫഖ്ഉ ഉഖദിശ് ശൈത്വാൻ, പിശാചിന്റെ കെട്ട് അഴിച്ചു കളയുക എന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, യഖിദു ശൈത്വാൻ അലാ ഖാഫിയത്തി റഅസി അഹദികും ഇദാ ഹുവ നാമ സലാസ ഉഖദ്, അഥവാ ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവന്റെ തലയുടെ മൂർധാവിൽ പിശാച് 3 കെട്ടുകൾ ഇടുമെന്നാണ്. എന്നിട്ട് ആ കെട്ടുകൾ ഇടുന്ന സന്ദർഭത്തിൽ യദ്രിബു കുല്ല ഉഖദത്തിൻ അലൈക ലൈലുൻ തവീൽ ഫർഖുദ്, ഓരോ സന്ദർഭത്തിലും അവൻ ഇങ്ങനെ പറയുകയും ചെയ്യും, നിനക്ക് ദീർഘമായ രാത്രിയുണ്ട്, നീ സുഖമായി മയങ്ങിക്കോളൂ എന്നിങ്ങനെ അവനോട് മന്ത്രിക്കുകയും ചെയ്യുമെന്നാണ്. അങ്ങനെ നേരം പുലരുന്ന വേളയിൽ അവൻ എഴുന്നേൽക്കുകയും അല്ലാഹുവിനെ സ്മരിക്കുകയും ചെയ്താൽ, അഥവാ ഉണരുന്ന വേളയിലുള്ള പ്രാർത്ഥന അവൻ ഉരുവിടുകയും ചെയ്താൽ, അവന്റെ ഒരു കെട്ട് അഴിഞ്ഞു പോകുന്നതാണ്. അതേപോലെ തന്നെ അവൻ വുദൂ ചെയ്യുകയും ചെയ്താൽ രണ്ടാമത്തെ കെട്ടും അഴിഞ്ഞു പോകുന്നതാണ്. അവൻ നമസ്കരിക്കുകയും ചെയ്യുകയാണെങ്കിൽ മൂന്നാമത്തെ കെട്ടും അഴിഞ്ഞു പോകുന്നതാണ്. അങ്ങനെ കെട്ടുകളെല്ലാം അഴിഞ്ഞ് പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്നും മുക്തനായിക്കൊണ്ട് വിശിഷ്ടാത്മാവായിക്കൊണ്ട് ഉന്മേഷത്തോടെ രാവിലെ എഴുന്നേൽക്കുന്നതായിരിക്കും എന്നാണ്. അതല്ല അങ്ങനെ ആ കെട്ടുകളൊന്നും അഴിയാത്ത അവസ്ഥയിലാണ്
അവൻ എഴുന്നേൽക്കുന്നത് എങ്കിൽ അസ്ബഹ ഖബീസൻ നഫ്സി കസ്ലാന, മടിയനും അലസനുമായിക്കൊണ്ട് രാവിലെ അവൻ മ്ലേച്ഛാത്മാവായിക്കൊണ്ട് എഴുന്നേൽക്കുന്നതായിരിക്കുമെന്നാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഇതാണ് നാം രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് രാവിലെ ഉന്മേഷവാനായി എഴുന്നേൽക്കുവാൻ, ദീനിയായ കാര്യങ്ങൾക്ക് താല്പര്യമുള്ളവനായി എഴുന്നേൽക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പലപ്പോഴും ഇത് കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത് മറന്നു പോകുന്ന ഒരു അവസ്ഥ പലപ്പോഴും പലർക്കും ഉണ്ടാകാറുണ്ട്. അത് ഉണ്ട് എങ്കിൽ അതിന്റെ പരിഹാരം നാം തന്നെ തേടേണ്ടതുണ്ട്. ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് കാണുന്ന ഭാഗത്തായിക്കൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തൽ വെക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ തന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ ഇത്തരത്തിലുള്ള ദീനിയായ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ഈ വക സൗകര്യങ്ങളൊക്കെ നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ആ രീതിയിൽ പിശാചിന്റെ കെട്ടുകളൊന്നും ഇല്ലാതെ രാവിലെ ഉന്മേഷവാനായി ഉണരുവാൻ നാം ശ്രദ്ധ ചെലുത്തണം. മൂന്നാമതായിക്കൊണ്ട് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഹദീസിൽ പരാമർശിച്ചതുകൊണ്ട് ഉണർത്തുകയാണ്, അത്തസവ്വുക്ക്, പല്ല് തേക്കുക എന്നതാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കുക എന്നത് പ്രവാചകന്റെ ചര്യയായി കൊണ്ട് പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നു, അദ്ദേഹം കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ മിനൽ ലൈൽ, രാത്രിയിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ യസൂസു ഫാഹു ബിസ്സിവാക്ക്, പല്ല് തേച്ച് വൃത്തിയാക്കി വെക്കുമായിരുന്നു എന്നാണ്. പല്ല് വൃത്തിയാകുവാൻ വേണ്ടി പല്ല് തേക്കുന്നു എന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ആഗ്രഹത്തോടുകൂടി പ്രവാചകന്റെ ചര്യ ഞാൻ പിൻപറ്റുന്നു എന്ന ആശയത്തിൽ ആ ഒരു ചര്യ നാം സ്വീകരിക്കേണ്ടതുണ്ട്, സ്വഭാവം നാം കൊണ്ടുവരേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നാലാമതായിക്കൊണ്ട് ഈഖാദുൽ അഹ്ൽ ലിഖിയാമിൽ ലൈൽ, രാത്രി നമസ്കാരത്തിന് വേണ്ടി കുടുംബത്തെയും എഴുന്നേൽപ്പിക്കുക എന്നാണ്. രാത്രി നമസ്കാരത്തിന് വേണ്ടി നമ്മൾ എഴുന്നേൽക്കണം എന്നുള്ളത് പറയേണ്ടതില്ല. അതിന്റെ അപ്പുറം കുടുംബത്തെയും വിളിച്ചുണർത്തുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബത്തെ വിളിച്ചുണർത്തുന്നതിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നതായി കാണാം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റഹിമല്ലാഹു റജുലൻ, ഒരു മനുഷ്യൻ, അവൻ ഖാമ മിനൽ ലൈൽ, രാത്രിയിൽ നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നു, ഫസല്ല, അങ്ങനെ അവൻ വുളൂ ചെയ്ത് വൃത്തിയായി നമസ്കരിക്കുകയും ചെയ്യുന്നു, വഅയ്ഖദ ഇംറഅതഹു, എന്നിട്ട് ശേഷം അവൻ അവന്റെ ഭാര്യയെ വിളിച്ചുണർത്തുകയും ചെയ്യുന്നു, ഫഇൻ അബത്, അവൾ വിസമ്മതിക്കുമ്പോൾ നദഹ ഫീ വജ്ഹിഹാ അൽമാ, അവളുടെ മുഖത്ത് വെള്ളം കുടഞ്ഞുകൊണ്ട് അവൻ അവളെ വിളിച്ചുണർത്തുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു തആല റഹ്മത്ത് ചൊരിയട്ടെ, അവന്റെ മേൽ അല്ലാഹു കാരുണ്യം വർഷിക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ നേരെ തിരിച്ചും, റഹിമല്ലാഹു ഇംറഅതൻ, ഒരു സ്ത്രീ, ഖാമത് മിനൽ ലൈൽ, രാത്രിയിൽ എഴുന്നേൽക്കുന്നു, ഫസല്ലത്ത്, നമസ്കരിക്കുന്നു, വഅയ്ഖദത് സൗജഹാ, അവളുടെ ഭർത്താവിനെ അവൾ വിളിച്ചുണർത്തുകയും ചെയ്യുന്നു, ഫഇൻ അബ, അവൻ വിസമ്മതിക്കുമ്പോൾ നലഹത് ഫി വജ്ഹിഹി അൽമാ, അവന്റെ മുഖത്ത് അവൾ വെള്ളം കുടഞ്ഞവനെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള സ്ത്രീക്ക് റഹിമല്ലാഹു, അല്ലാഹു കാരുണ്യം വർഷിക്കട്ടെ, അയാളുടെ മേൽ അല്ലാഹു കരുണ ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ രാത്രി നമസ്കാരത്തിന്റെ പ്രാധാന്യവും കുടുംബത്തെ വിളിച്ചുണർത്തുന്നതിന്റെ പ്രാധാന്യവുമെല്ലാം ഈ ഹദീസിലൂടെ നമുക്കതിന്റെ ഗുണപാഠമായി കൊണ്ട് മനസ്സിലാക്കാം. രാത്രി നമസ്കാരം എന്നുള്ളത് ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന, ഏറ്റവും ഉത്തമമാക്കപ്പെട്ട ഐച്ഛിക കർമ്മമാണ് എന്ന് നാം മറന്നു പോകരുത്. ചുരുങ്ങിയത് 3 റക്അത്തെങ്കിലും നമസ്കരിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തണം. അതിനുവേണ്ടി നാം സന്നദ്ധരാകണം. അതിനും കഴിയുന്നില്ല എങ്കിൽ 1 റക്അത്തെങ്കിലും നമസ്കരിച്ചുകൊണ്ട് അതിന്റെ പ്രതിഫലം നാം നേടിയെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തെ അലങ്കരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.